ശ്രീ PM സുരേഷ് ബാബു അങ്ങ് പറയണം. കാരണം പരസ്യം വേണം, ജനങ്ങൾ അറിയണം. അതങ്ങ് നേരത്തെ പറഞ്ഞതാണ്. ഈ 4 മിനിറ്റ് വീഡിയോ ചെയ്യാൻ 39 ലക്ഷം എന്തിനാണ്? ഞങ്ങളും ഇതൊക്കെ ചെയ്യുന്നവരാണല്ലോ. ഡോക്യുമെൻ്ററികൾക്ക് വേണ്ടി പോലും ഇതിൻ്റെ 10-1 പണം വേണ്ട, മാസങ്ങളെടുത്ത് ചിത്രീകരിക്കുന്ന ഡോക്യുമെൻ്ററിക്ക് പോലും സാർ. ഈ പറയുന്ന 3 പേരും ഈ ഡോക്യുമെൻ്ററികളുമായിട്ടും പരസ്യ നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ്. ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളുമാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയേയില്ല. ഞാനിപ്പോൾ എപ്പോഴെങ്കിലും ചില പരസ്യങ്ങൾ കണ്ടെങ്കിലായി, അല്ലാതെ ഞാൻ പരസ്യത്തിൻ്റെ പിന്നാലെ പോകാൻ സമയവുമില്ല, അങ്ങനെ ശ്രമിക്കാറുമില്ല. അതുകൊണ്ട് എനിക്ക് ആ വസ്തുത നിഷേധിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല. പക്ഷേ ഇതാണ് വസ്തുതയെങ്കിൽ അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നതിന് ഞാൻ അനുകൂലമാണ്. ഇതാണ് വസ്തുതയെങ്കിൽ ഈ 4 മിനിറ്റ് പരസ്യത്തിന് വേണ്ടി ഇത്രയധികം രൂപ അനാവശ്യമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്കതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാം. അതാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാം. അതുമാത്രമല്ല, വാർഷികാഘോഷ പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ചതൊക്കെയും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പരസ്യ ബോർഡ് ഡിസൈൻ ചെയ്യാൻ 10 ലക്ഷം എന്ന് കേൾക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ പരസ്യ ബോർഡ് ഡിസൈൻ ചെയ്യാൻ. ഇതെവിടെയാണ് ഡിസൈൻ ചെയ്തത്? സ്വർണ്ണ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണോ ഇതൊക്കെ ചെയ്തത്? മനസ്സിലാകുന്നില്ല. 10 ലക്ഷം രൂപയൊക്കെ ഒരു പരസ്യ ബോർഡ് ഡിസൈൻ ചെയ്യാൻ മാറ്റിവെക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരെയാണ് പറ്റിക്കുന്നത് ഈ സർക്കാർ? കൂടി ഇരുന്ന് കൊണ്ട് പറയുമ്പോൾ ഞാനൊരുത്തനാണ് ഇപ്പുറത്ത് അതിനെ മനസ്സിലായി സാർ. അങ്ങയുടെ നിലപാടുകൾ കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അങ്ങ് മറുപക്ഷത്ത് നിന്നപ്പോഴും അങ്ങയുടെ നിലപാടുകൾ, പാകത, പക്വത ഒക്കെ അറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണ് അങ്ങേക്ക് അറിയാൻ പറ്റാത്ത വിഷയങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാൻ ശ്രമിക്കുന്നതും സോഷ്യൽ ഓഡിറ്റിംഗ് വേണമെന്ന അഭിപ്രായം മുന്നോട്ട് വെക്കുന്നതും. അറിയാം, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിരുന്നു കുറേ അധികം. അത് കേട്ടു. ഞാൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞ റീൽസിന്റെ അല്ലെങ്കിൽ 4 മിനിറ്റ് വീഡിയോയുടെ കാര്യം മാത്രമല്ല, അല്ലാതെ ഡിസൈനിങ്ങിന് 10 ലക്ഷം മാറ്റിവെക്കുന്നു. ഇതിലൊക്കെ അവ്യക്തതകളുടെ അങ്ങേ അറ്റത്താണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങയുടെ നിലപാടുകൾ എനിക്കറിയാം. അങ്ങ് മറുപക്ഷത്ത് നിന്നപ്പോൾ കൃത്യമായ അഭിപ്രായമുള്ള ആളാണ്, നിലപാടുള്ള ആളാണ്, പാകതയോടെ പ്രതികരിക്കുന്ന ആളുമാണ്. അത് സമ്മതിക്കുന്നു. അല്ല, ഞാനത് ഈ പറഞ്ഞ എൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ അല്ല ഞാൻ ആഗ്രഹിച്ചത്. അത് വേറെ കാര്യം. അത് ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ കൂട്ടത്തിലാണ് ഞാൻ. എനിക്ക് പറയുന്ന മുഴുവൻ ആളുകളെ അങ്ങയോടും നല്ല പരിചയമുള്ള ആളാണ്. ജയചന്ദ്രൻ മാഷൻ്റെ അടുത്ത സുഹൃത്താണ്. സേനാപതി വേണു ഞാനും ഒരുമിച്ചൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചുള്ള ആളാണ്. ഡോക്ടർ മേരി ജോൺ ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ ഒക്കെ ആളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതൊന്നും ഇവരാരുടെയും ഒരു കപ്പാസിറ്റിയെ ഞാൻ കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഹൈ എസ്റ്റീമിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ സ്പെസിഫിക്കായി പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്പെസിഫിക്കായി ഇന്ന കാര്യങ്ങളിൽ അനാവശ്യമായ ചെലവുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. അങ്ങനെ വിധേയമാക്കിയാൽ മാത്രമേ നാളെ അത്തരം തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ വരുത്താൻ കഴിയുകയുള്ളൂ. ഞാൻ ആശയിലേക്കാണ് കടക്കുന്നതെങ്കിൽ അതൊരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കൺസെപ്റ്റായിരുന്നു. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സന്നദ്ധ സേവന പ്രവർത്തനമായിട്ടാണ് അതിനെ അന്ന് തന്നെ ഫോർമുലേറ്റ് ചെയ്തത്. ഇന്നും അതിൽ നിന്ന് ഒരു വ്യത്യാസവും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 21,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ആശാപ്രവർത്തനം അത് അവിടുത്തെ നമ്മുടെ രാജ്യത്തെ ഒരു വർക്കിംഗ് തൊഴിൽ സംരംഭമാക്കി മാറ്റണം. തൊഴിൽ സംരംഭമാക്കി മാറ്റി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന മിനിമം വേതനത്തിൽ നിന്നുള്ള 700 രൂപയുടെ
30ന്റെ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി യൂണിയൻ ഗവൺമെൻറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണകൂടം അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുമെന്നാണ്, ആ അഭിപ്രായം തന്നെയാണ് ഇന്നും ഈ ഗവൺമെൻറ്റിനുള്ളത്. അതിനുവേണ്ടി ഉള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും സമ്മർദ്ദങ്ങളും യൂണിയൻ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം ആവർത്തിച്ച് ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഈ വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്ന് മാത്രമാണ് കാര്യത്തിൽ ഞാൻ പറയുന്നത്. ആ ആശാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സഹോദരിമാർക്ക് ഇപ്പോൾ കിട്ടുന്ന വേതനം മതിയായതാണ് എന്ന അഭിപ്രായത്തിലല്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം എന്നുകൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊരു കാര്യം എന്താണ്, ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നേട്ടങ്ങൾ ഈ ഗവൺമെൻറ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു ഈ പത്രികയിലൂടെ അല്ലെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ എന്നുള്ളതാണ് വസ്തുതയെങ്കിൽ അതിനെ തിരിച്ച് വ്യാഖ്യാനിക്കരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ദേശീയപാത കേരള ഗവൺമെൻറ്റിൻ്റേതാണ്, കേരള സർക്കാരിൻ്റേതാണ് എന്ന് ഒരിക്കലും കേരള ഗവൺമെൻറ് അവകാശപ്പെട്ടിട്ടില്ല, പ്രോഗ്രസ് റിപ്പോർട്ടിൽ അങ്ങനെ കാണുകയുമില്ല. മറിച്ച് ഈ ദേശീയപാത ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും കേരളത്തിൽ പ്രാവർത്തികമാകേണ്ടതായിരുന്നു. അതിന് ദേശീയപാത അതോറിറ്റിയുമായുള്ള ചർച്ചയിൽ, അന്നത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചയിൽ ഈ കേരളത്തിൽ അന്ന് ഭരിച്ചിരുന്ന ഞാൻ ഉൾക്കൊള്ളുന്ന പാർട്ടി അടക്കം, അന്ന് ഉൾക്കൊണ്ടിരുന്ന പാർട്ടി അടക്കം ഭരിച്ചിരുന്നവർ വിഡ്ത്തിൻ്റെ കാര്യത്തിൽ 35 മീറ്റർ, 45 മീറ്റർ, 60 മീറ്റർ, 30 മീറ്റർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തർക്കത്തിൽപ്പെട്ട് ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്നാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പുതുതായി 2016 ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ മന്ത്രി നമ്മുടെ നിതിൻ ഗഡ്കരിയുമായി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു ചർച്ചയിൽ വെച്ചിട്ടാണ് ഇത് ഏറ്റെടുത്ത് തരാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ നിതിൻ ഗഡ്കരി യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞത്, ഞങ്ങൾ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പോ 20 വർഷങ്ങൾക്ക് മുമ്പോ ആണ്. അന്നായിരുന്നുവെങ്കിൽ ഇത്രയധികം കാശ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരുമായിരുന്നില്ല ലാൻഡ് അക്വിസിഷന്. അത് നിങ്ങളുടെ സംസ്ഥാനം കാണിച്ച ഉപേക്ഷ കൊണ്ടാണ് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങൾ 5600 കോടി രൂപ അഡീഷണലായി പന്നത്തേതിലുമായി ബന്ധപ്പെട്ട് വരുന്ന തുക കൂടുതലായിട്ട് വരുന്നുള്ളത് കേരള സംസ്ഥാനം വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രവൃത്തി തുടങ്ങുകയും ചെയ്തിട്ടുള്ളത്.